താഴേക്കോട് മരുതൻപാറ പട്ടികജാതി സദ്ഗ്രാമത്തിൽ നിർമ്മാണത്തിലിരിക്കെ നിലം പൊത്തിയ കമ്മ്യൂണിറ്റി സെന്റർ കെട്ടിടത്തിന്റെ വിഷയത്തിൽ നിർവഹണ ഏജൻസിയായ ജില്ലാ നിർമ്മിതി കേന്ദ്രയും കരാറുകാരും വീഴ്ച സമ്മതിച്ചു. ഡിസംബർ 31-നകം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും ഇത് സംബന്ധിച്ച യോഗത്തിൽ തീരുമാനമായി. പട്ടികജാതി വകുപ്പ് അനുവദിച്ച 26 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം ആരംഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പൂർണ്ണമായും നിലം പതിച്ചത്. സംഭവത്തെ തുടർന്നുയർന്ന ശക്തമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പട്ടികജാതി വകുപ്പ്, നിർവഹണ ഏജൻസികൾ, കരാറുകാർ, നാട്ടുകാർ, ഗുണഭോക്താക്കൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു. പ്രവൃത്തിയുടെ ഗുണമേന്മയും പുരോഗതിയും വിലയിരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചതായി നിർമ്മിതി കേന്ദ്രയും പട്ടികജാതി വകുപ്പ് ഉദ്യോഗസ്ഥരും സമ്മതിച്ചു. നിർമ്മാണത്തിനായി ഉപയോഗിച്ച സാധനങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ച് നാട്ടുകാരിൽ നിന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നുവെന്നും ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ മാറ്റി പകരം പുതിയവ ഉപയോഗിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. നമ്മുടെ എസ്റ്റിമേറ്റിൽ ഇപ്പോൾ നോർമലി നമ്മളൊരു വീട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലിന്ത് ബെൽറ്റ് കൊടുക്കും, ആ ഡയമെൻഷനും അതിൻ്റെ സ്റ്റീലും കൊടുത്തിട്ടുണ്ട്, ത്രൂ ഔട്ട് ലിൻഡൽ കൊടുത്തിട്ടുണ്ട്, സ്ലാബ് തിക്നെസ്, അങ്ങനത്തെ നമ്മൾ സ്ട്രക്ചറൽ ഇതിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല. എങ്ങനെയാണോ എസ്റ്റിമേറ്റിൽ അതുപോലെ എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ പ്രോജക്റ്റിൽ ആകെ വരെ കിട്ടിയ 10 ലക്ഷമാണ് അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഈ സ്ലാബ് ലെവൽ വരെ തീർത്തത് 2024 ഫെബ്രുവരിയിലാണ്. പിന്നെ ഞങ്ങൾക്ക് ഫണ്ട് ഉണ്ടായില്ല, ഫണ്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ ഡയറക്ടറേറ്റിൽ നിന്ന് ഇപ്പോൾ 2019-20 ഞങ്ങൾക്ക് 11 പ്രോജക്ട്സിൻ്റെ അതൊരു പ്രൊജക്റ്റാണിത്. 10 എണ്ണം തീർന്നു, ഇത് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഫണ്ട് ലഭിക്കാത്തതാണ് പദ്ധതി വൈകാൻ കാരണമെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങളാണ് ഉപയോഗിച്ചതെന്നും ഇത് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും നാട്ടുകാർ ആരോപിച്ചു. പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള ജില്ലാ കളക്ടറും സബ് കളക്ടറും സംഭവം നടന്നിട്ടും സ്ഥലം സന്ദർശിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു. നിലം പൊത്തിയ കെട്ടിടത്തിനു പകരം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബർ 31-നകം പൂർത്തീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് നജീബ് കാന്തപുരം MLA മുന്നറിയിപ്പ് നൽകി. അത് ക്വാളിറ്റി ഇല്ലാത്ത പണി ചെയ്തുകൊണ്ടാണല്ലോ. അത് ആരാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിർമ്മിതി അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആൾക്ക് ഉത്തരവാദിത്തം ഉണ്ടോ? ഉണ്ടാവില്ലേ? അപ്പൊ ഇവർക്ക് ഇതിന്റെ ഉത്തരവാദികളായ ഇതിൽ ഒന്നാം പ്രതികൾ വരല്ലേ? അല്ല, ആണോ അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് സംബന്ധിച്ചു മതി. ഇതിലെ മുഖ്യ പ്രതികളായിട്ട് നിങ്ങൾ 3 ആളാണ് ഇപ്പൊ നിൽക്കുന്നത്. തകർന്നു വീണ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനും അപാകത കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കാനും തീരുമാനമായി. സംഭവത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നും സർക്കാരിനും പട്ടികജാതി വകുപ്പിനും വന്ന വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് MLAക്കെതിരെ CPM അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. യോഗത്തിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, വാർഡ് മെമ്പർ ബാലൻ മരുതൻപാറ, ജില്ലാ പട്ടികജാതി ഓഫീസർ പ്രിൻസ്, മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്ര പ്രോജക്ട് മാനേജർ KR ബീന, പെരിന്തൽമണ്ണ SCDO ഗിരിജ, കരാറുകാർ മുഹമ്മദ് അലി, N അഷറഫ്, KM ഫത്താഹ്, കുഞ്ഞായ് മുഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.